എബ്രായ ലേഖനം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ദൂതന്മാർക്കല്ലല്ലോ. അല്ലല്ലോ ഇല്ലോ കൊണ്ട് നിന്ന അർത്ഥം മാറി. അല്ലല്ലോ, അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. ഏതാ ഈ ഭാവി ലോകം? കർത്താവിൻ്റെ രാജ്യത്ത് പോയി കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന സ്വർഗീയ സന്തോഷത്തിൻ്റെ ആ രാജ്യം, ദൈവരാജ്യം, നിത്യത. അത് ദൂതന്മാർക്കല്ല ദൈവം കൊടുത്തത്, നമുക്കാ, മനുഷ്യർക്കാ. നാം പ്രസ്താവിക്കുന്ന ഈ ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അടുത്ത വാക്യം. എന്നാൽ നീ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയ. അടുത്ത്, തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി. അതിന്റെ അർത്ഥം അവിടെ നിൽക്കട്ടെ. കൈകളുടെ പ്രവൃത്തിക്ക് അധിപതിയാക്കിയെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്റെ കയ്യിലോട്ട് കൊടുത്ത് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായി ആരെ തീർത്തു? ആദാമിനും അവയും തീർത്തു ദൈവം. സകലത്തിനും അധിപതിയാക്കി. ആദാം പേരിട്ടതാണ് എന്ന് മൃഗങ്ങൾക്ക് പേരെന്ന് പണ്ടൊരു ഭാഷ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആദാം പേരിട്ട് വിളിച്ചതൊക്കെയാണ് പേരുകൾ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, ആദിമ മനുഷ്യൻ, ആദാമും ഹവ്വയും, അവർക്ക് സകല അധികാരവും കൊടുത്തു ഈ ഭൂമിയിൽ. സകലത്തെയും നിയന്ത്രിക്കുവാൻ, സകലത്തെയും കീഴടക്കി വാഴുവാനുള്ള പൂർണ്ണ അധികാരം മനുഷ്യന് കൊടുത്തു. ഞാൻ പണ്ടൊരു കർത്താവിൻ്റെ വിളിയേറി ദാസൻ പ്രസംഗിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചൂട് കൂടുമ്പോൾ ചൂട് കുറയട്ടെ എന്ന് ആദാം പറഞ്ഞാൽ കുറഞ്ഞിരിക്കും. കാരണം ഭൂമിയുടെ ഒരു അധികാരം ഉണ്ടായി. ശക്തമായ മഴ പെയ്തും നാശം വിതയ്ക്കുന്ന സമയത്ത് ഇനി മഴ മതി കേട്ടത് മഴ നിന്നിരിക്കും. വലിയ കൊടിയ ചൂട് കൊണ്ട് മനുഷ്യൻ വേകേണ്ട ഒരവസ്ഥ വന്നാൽ ആദാം പറയുകയാണ് മതി ചൂടിൻ്റെ കാഠിന്യത കുറയട്ടെ. നടന്നിരിക്കും. അത് സകലത്തെയും അധിപതിയാക്കി. ഈ അധികാരം ആരിലേക്ക് പോയി? നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിലേൽപ്പിച്ചിരുക, അത് നിനക്ക് തരാം. യേശുവിനോട് പറയുക. ആദാം ഹവ്വയും പാപം ചെയ്തപ്പോൾ ഈ അധികാരം മുഴുവൻ ആരിലേക്ക് പോയി? സാത്താനിലേക്ക് പോയി. ഇവിടെ പൗലോസ് പറയുന്നത് സകലത്തിനും അവനെ അധിപതിയാക്കി. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കണമെന്ന് എന്തുമാത്രം? നീ അവന് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി. കേട്ടോ, അതാ വിഷയം. ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് ഈ ഭൂമി, സൃഷ്ടി മുഴുവൻ. ഇതിന് അധിപതി, അതിനെ ഭരിച്ചു നടത്തുന്നവൻ മനുഷ്യനായിരുന്നു. പാപം ചെയ്തപ്പോൾ ആ അവസ്ഥയ്ക്ക് എന്തു പറ്റി? വ്യത്യാസം വന്നു. പണ്ടൊരു ഭാഷ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ആനയൊക്കെ ഇങ്ങോട്ട് പിടിയാന അങ്ങോട്ട് പിടിയാന എന്നൊക്കെ പറഞ്ഞ ആദാം പറയുകയാണെങ്കിൽ നടന്നിരിക്കും. അങ്ങനെ തന്നെ ചെയ്തിരിക്കും. ഇന്നിപ്പോൾ ഇങ്ങോട്ട് പിടി അങ്ങോട്ട് പിടിക്കുന്ന പോലെ തേങ്ങ ചവിട്ടി പൊട്ടിക്കുന്ന പോലെ മാറ്റിയിട്ട് ചവിട്ടി പൊട്ടിക്കുകയും ഈ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആന പോലും മനുഷ്യനെ അനുസരിക്കാത്ത അവസ്ഥയായി. മൃഗങ്ങൾ മനുഷ്യനെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതി തന്നെ മനുഷ്യനെ അനുസരിക്കുന്നില്ല. ലോകം മുഴുവൻ തകിടം മറിയാനിടയായി. ഇതിൽ നിന്നൊരു വലിയ സത്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായിട്ടാണ്. ആ അധികാരം എപ്പോൾ അവനിൽ നിന്ന് നഷ്ടമായി എന്ന് ചോദിച്ചാൽ, വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചപ്പോൾ ആ അധികാരം മനുഷ്യനിൽ നിന്ന് പോയി. അത് മാത്രമല്ല, അത് സാത്താന് വിറ്റുകളഞ്ഞു. ഇപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു ആരാ? സാത്താൻ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ? സാത്താൻ.
മോദി നമ്മുടെ രാജ്യം ഭരിക്കുന്നെങ്കിലും ഇന്ത്യയുടെ ഭരണ സംവിധാനം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സാത്താനാ. അമേരിക്ക, ലണ്ടൻ, ലോകത്തിലെ സർവ്വ രാജ്യങ്ങളും 260 ചില്ലുവാനം രാഷ്ട്രങ്ങളുടെയും നിയന്ത്രണം സാത്താൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഒരു സ്വസ്ഥതയും ലോകത്തില്ലാതിരിക്കുന്നത്. ആര് നിയന്ത്രിച്ചാലും പ്രശ്നങ്ങൾക്ക് നീക്കുമുക്കുമില്ലാതിരിക്കുന്നതിൻ്റെ കാര്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന സാത്താൻ എന്ന പഴയ പാമ്പ്. ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളയുക. യുദ്ധങ്ങൾ കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും എല്ലാ നിലയിലും മനുഷ്യനെ തെറ്റിച്ച് ഇനി തെറ്റിക്കാനില്ല, അതുപോലെ ആയിക്കഴിയും. ഇടയ്ക്കൊരു ഉപദേശം പ്രസംഗിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക അതുപോലെയുള്ള യൂറോപ്യൻ സിസ്റ്റങ്ങൾ, അവിടുത്തെ ആ ട്രഡീഷൻസ്, അവിടുത്തെ ആ പാരമ്പര്യങ്ങൾ ഒഴുകി നമ്മുടെ കേരളക്കരയിലും കൊച്ചിയിലും വരെ വന്നു. ലിവിങ് ടുഗറും മറ്റേ വൃത്തികെട്ട രീതികളൊക്കെ അവിടെ നിന്ന് ഒഴുകി വന്നതാ. യൂറോപ്യൻ രാജ്യങ്ങളുടെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ കൊച്ചിയിലും വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നോ? പണ്ട് പ്രവാചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പട്ടണം മനോഹരമാണ്, അതിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ ഗർഭനാശമാണ് ആ പട്ടണം. കാരണം എന്താ? ഇവിടെ ആരും നന്നാകുന്നില്ല, വീണ്ടും ജനിക്കുന്നില്ല, ദൈവത്തിലേക്ക് വരുന്നില്ല. കാരണം പട്ടണം അതുപോലെ വഷളായി. മനുഷ്യപുത്രൻ്റെ ലോകട കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്ന് കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ലോകട കാലം പോലെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയട്ടെ, ഈ ലോകത്തെ ഭരിക്കുന്നത് സാത്താനാണ്. യോഹന്നാന്റെ സുവിശേഷം ഒരു 4-5 വാക്യം ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ. 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാൻ. ഈ ലോകത്തിന്റെ ദൈവം ഗലാത്യ ലേഖനത്തിൽ ഈ ദുഷ്ടലോകം 3-ാം വാക്യത്തിൽ പറയും, 1:3. അപ്പോ ഈ ദുഷ്ടലോകത്ത് ദുഷ്ടൻ ഭരിക്കുന്ന ലോകം 1 യോഹന്നാൻ 5:19 സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തെ കർത്താവ് എപ്പോഴാണ് വീണ്ടെടുക്കുന്നത്? ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തെ ആദ്യം വീണ്ടെടുക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവസഭയെ കർത്താവിന്റെ വരവിൽ രക്ഷിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്തെ ദൈവം എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തുവിന്റെ കയ്യിലോട്ട് ഇട്ടു കൊടുക്കും. റോമാലേഖനം 1-ാം അധ്യായത്തിൽ കിടക്കുന്ന മനുഷ്യരാണ് ഈ ഭൂമി കിടക്കുന്ന മുഴുവൻ. അതിന്റെ 18 മുതൽ റോമർ 1:18 മുതൽ 32 വരെയുള്ള വാക്യം വായിച്ചു പഠിച്ചാൽ ഈ ഭൂമി കിടക്കുന്ന ജനം മുഴുവൻ അതാ. വേണമെങ്കിൽ അതൊന്നെടുത്ത് ഓടിച്ചു വായിച്ച് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നമ്മൾ ഈ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ല. ഞാനതൊന്ന് വായിക്കാം. 18-ാം വാക്യം മുതൽ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അനീതിക്കും അഭക്തിക്കും മേലെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ തന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ ദൈവമെന്നറിഞ്ഞിട്ട് ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഒന്നാമത് ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. രണ്ടാമത് അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവരുടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചരിച്ച് ആണോടാൻ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ
ഉചിതമല്ലാത്തത് ചെയ്യുവാൻ തക്കവണ്ണം നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. 1 അശുദ്ധിയിൽ ഏൽപ്പിച്ചു, 2 അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, 3 നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. മനുഷ്യനെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നികൃഷ്ട ബുദ്ധി എന്ന് പറയുന്നത് മൃഗമാണ്. ബെൻവാസ് എഡിക്കൽ അനിമൽ എന്ന തത്വചിന്തകൻ പറഞ്ഞ പോലെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഒരു മൃഗസമാനമാണ്. ദൈവസ്നേഹമില്ല, ദൈവത്തിൻ്റെ യാതൊരു സ്വഭാവവുമില്ല. ഒന്ന് പറഞ്ഞാൽ 2 തോക്കെടുത്ത് നെഞ്ചു നോക്കി വെടിവെക്കുന്ന മനുഷ്യനാണ് യൂറോപ്പിലുള്ളവരൊക്കെ നല്ലൊരു ശതമാനവും. അവിടുത്തെ നിയമങ്ങളുടെ കാഠിന്യതയാണ് മനുഷ്യനവിടെ ജീവിക്കാനിടയാകുന്നത്. അല്ലെങ്കിൽ പണ്ടേ എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നേനെ. ഈ അമേരിക്കയിലുള്ളൊരു സ്ഥിരം പരിപാടി നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് അവർ വെടിവെട്ടിക്കും. പിള്ളേരാകട്ടെ, പട്ടാളക്കാരാകട്ടെ, മനുഷ്യരാകട്ടെ, ഒരു വെടിവെപ്പിൽ 5ഉം 10ഉം ഒക്കെ ചാവും. പിടിച്ചുകൊണ്ട് അകത്തിടും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇത് ചെയ്യും. കാരണം അത്രയ്ക്ക് ക്രിമിനൽസ് അവിടെ നിറഞ്ഞു കിടക്കുക. അവിടുത്തെ നിയമം കഠിനമായതുകൊണ്ട് അടങ്ങി പാർക്കുന്നേ മാത്രമേ ഉള്ളൂ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ആരായി മാറി? നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠക്കാർ, ആൽപപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രശംസിക്കുക കൂടെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ വന്നപ്പോൾ ആദാമിനെയും ഹവ്വയെയും ദൈവം എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അനുസരണക്കേട് നിമിത്തം ദൈവം അവരെ അടിച്ച് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ആ മാനവജാതിയുടെ ഒരു ട്രഡീഷനാണ് ഇന്ന് ഈ ഭൂമി കിടക്കുന്നത്. അതിൽ നിന്ന് ദൈവം യഹൂദ ജാതിയെ വേർതിരിച്ചെടുത്തു. അത് കഴിഞ്ഞ് യഹൂദ ജാതിയെ രക്ഷിക്കാൻ, യഹൂദ ജാതി തെറ്റിലേക്ക് പോയപ്പോൾ അവരെ രക്ഷിക്കാൻ, യഹൂദന്മാരെ രക്ഷിക്കാൻ ദൈവം യഹൂദനായി വന്നു. അവൻ സ്വന്തമായിലേക്ക് വന്നു, സ്വന്തമായരെ രക്ഷിക്കുവാൻ. സ്വന്തമായവരെ തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം ജാതികളിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാ നമുക്ക് രക്ഷ വന്നത്. നമുക്ക് വീണ് കിട്ടിയ രക്ഷയാ. യഹൂദന്മാർ ദൈവപുത്രനെ അറിയാതെ ക്രൂശിച്ചപ്പോൾ ആ രക്ഷ ജാതികൾക്ക് വന്നേ ഉള്ളൂ എന്ന് പൗലോസ് തന്റെ റോമാലേഖനത്തിൽ മനോഹരമായ നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ സകലത്തെയും ഭരിക്കുവാനായിട്ട് മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? ആക്കി വെച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അവനെ അധിപതിയാക്കി. അധിപതി എന്ന് പറഞ്ഞാൽ എന്താ? സകലത്തെയും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക്. അങ്ങനെയായ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ റോമാലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 1-18 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ദുരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യനെ വീണ്ടെടുത്തു. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ദത്തെടുത്തു, യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുത്തു, യേശുക്രിസ്തുവിലൂടെ തെരഞ്ഞെടുത്തു, യേശുക്രിസ്തുവിലൂടെ വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ ക്രിസ്തുയേശുവിലൂടെ നമ്മെ പിതാവ് രക്ഷിച്ചിരിക്കുക. ഇനിയും ഈ രക്ഷയുടെ വചനങ്ങൾ കേട്ടനുസരിക്കാതെ പോയാൽ കൊടിയ ശിക്ഷയിൽ നമ്മളായി പോകും. അതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഉപദേശം. ഇത് മനസ്സിലാക്കാൻ ഇന്ന് പലർക്കും അവരുടെ അകക്കണ്ണുകൾ പ്രകാശിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ 4 അക്ഷരം മനസ്സിലാക്കി ആദ്യമേ പിടിച്ചോണ്ടങ്ങ് ഇരിക്കുക. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ ആഴത്തിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കും. ആ തരുന്ന വെളിപ്പാടൊക്കെ വെളിവുകേടായിട്ട് മാറാൻ പാടില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുള്ള വെളിപ്പാടായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അതിലേ ഉള്ളൂ പ്രസക്തി, അല്ലാത്തതിനൊന്നും പ്രസക്തിയില്ല. ഇന്ന് എനിക്കറിയാം പല സഹോദരന്മാരെ ഈ എവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിന്നോട് സംസാരിച്ചില്ല. അത് സാത്താനാ സംസാരിച്ചത്, അല്ലെങ്കിൽ ഒരു തോന്നല, അല്ലെങ്കിൽ ജഡത്തിൽ നിന്നുള്ള ഇടപെടല. ദൈവം സംസാരിച്ചത് മുഴുവൻ ഇവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടല്ലേ.
ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം, കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത അരുളപ്പാടുകൾ, മനുഷ്യരാകുന്ന ദൂതസഞ്ചയങ്ങൾ അവരെഴുതി വെച്ചു. പഴയ നിയമകാലത്ത് മോശ മുഖാന്തരം അരുളപ്പാട് കൊടുത്തു. പുതിയ നിയമത്തിൽ പിതാവാം ദൈവം യേശുക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാരിലൂടെ തൻ്റെ കൽപ്പനകളും വിധികളും ലോകത്തെ വെളിപ്പെടുത്തി കൊടുത്തു. അതിനപ്പുറം ഒരു വെളിപ്പാട് ആർക്കും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെളിവുകേടാണെന്ന് മനസ്സിലായിക്കോണം. ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് സംസാരിച്ചതും ഈ വചനത്തിൽ ലിഖിതമായി എഴുതി വച്ചിരിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസം വരാൻ പാടില്ല. അത് ഒന്നായിരിക്കണം. അത് രണ്ട് തട്ടിക്കിടക്കുകയാണെങ്കിൽ നിന്നോട് സംസാരിച്ചത് ജഡത്തിൻ്റെ ഇടപെടലായിരിക്കാം, അല്ലെങ്കിൽ അത് സാത്താനായിരിക്കാം. ഇങ്ങനെ നമ്മൾ പഠിച്ചു പോയില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഞാനിത് മനസ്സിലാക്കിയത് പിതാക്കന്മാരിൽ നിന്നാണ്. ഈ വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അതുകൊണ്ട് മനുഷ്യനെ ദൈവം സകലത്തിനും അധിപതിയാക്കി വെച്ചു. ആ അധിപതിയാക്കിയ അവസ്ഥയിൽ നിന്ന് അവൻ പാപം ചെയ്തപ്പോൾ ദൈവസ്ഥലിൽ അന്യപ്പെട്ടു പോയി. ആ അന്യപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവമില്ലാത്തവനായി മാറി, പ്രമാണമില്ലാത്തവനായി മാറി, വ്യവസ്ഥയില്ലാത്തവനായി മാറി. ആ സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിലൂടെ ഒരു വിശുദ്ധ വംശത്തെ, യഹൂദ ജാതിയെ ദൈവം എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തിയെടുക്കും. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തിയ ജനത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു പ്രസ്താവന ശ്രദ്ധിച്ച് കേട്ടോടെ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങളിലുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചുരിയാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ റോമാലേഖനം 1-ാം അധ്യായം ജാതികളുടെ ദുരന്തത്തെയാണ് കാണിക്കുന്നത്. റോമാലേഖനം 2-ാം അധ്യായം യഹൂദന്മാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, യഹൂദന്മാരെ കുറിച്ച്. റോമാലേഖനം 3-ാം അധ്യായം യഹൂദനും ജാതിയും എല്ലാം ഗുണമില്ലാത്തവരായി തീർന്നു എന്നാണ് കാണിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് യഹൂദനെയും ജാതിയെയും ബർബറനെയും ശകനെയും ഭൃത്യന്മാരെ എല്ലാവരെയും യേശുക്രിസ്തുവിലൂടെ ഒരേ പുതുമനുഷ്യനാക്കി തിരഞ്ഞെടുക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യം. ഞാനത് വായിച്ച് പെട്ടെന്ന് നിർത്താൻ താല്പര്യപ്പെടുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 വാക്യങ്ങൾ. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ ആരാ? യഹൂദന്മാർ, ജാതികൾ. സമീപസ്ഥരായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാ? യഹൂദന്മാര്. സമീപസ്ഥരായിരുന്നവരെയും ദൂരസ്ഥരായിരുന്നവരെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒന്നിക്കുന്നു. അതാണ് ഈ 14-ാം വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ജഡത്താൽ, യേശുക്രിസ്തുവിൻ്റെ ജഡശരീരത്തിലൂടെ ക്രൂശുമരണത്തിലൂടെ ന്യായപ്രമാണം എന്ന ശത്രുത്വം, മനുഷ്യന് ശത്രുത്വമായിരുന്നു, അത് നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. ഒന്നെന്നല്ല, ഒരേ പുതുമനുഷ്യൻ, ഒരു പുതുമനുഷ്യനെന്നല്ല. യഹൂദനെയും ജാതിയെയും ശകനെയും ബർബരൻ ഏത് ജാതി മതസ്ഥിൽപ്പെട്ടവനെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരൊറ്റ മനുഷ്യനായി തീരുക, ഒരംഗമായി തീരുക. അതാണ് സഭ, പുതിയ നിയമസഭ. പുതിയ നിയമസഭയിൽ യഹൂദനെന്നില്ല, ശകനെന്നില്ല, ജാതി എന്നില്ല, ബർബരനെന്നില്ല. എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്ന് എന്ന നിലയിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണത് കാണിക്കുന്നത്. യഹൂദന്മാരെ രക്ഷിക്കാൻ വന്നപ്പോൾ യഹൂദന്മാരെ യേശുക്രിസ്തുവിനെ പിടിച്ച് ക്രൂശിച്ചു. അതിൻ്റെ പരിണിത ഫലമായ ശിക്ഷയാണ് ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 160 രാഷ്ട്രങ്ങളിൽ ചിതറിപ്പോയും 160 രാഷ്ട്രങ്ങളിലെയും യഹൂദന്മാരെ കൊന്നുപിടിക്കുകയായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ. ഒരു ഭാഗ്യം സിദ്ധിച്ചത്, നമ്മുടെ ഇന്ത്യയിൽ വന്ന, അല്ലെങ്കിൽ കേരളത്തിൽ വന്നവരെ, ഇന്ത്യയിൽ വന്നവരെ നമ്മൾ ആരും ഉപദ്രവിച്ചില്ല. അവർ ഒറ്റ ഗുണം മാത്രമേ കേരളത്തിലുള്ളൂ. ദൈവത്തിൻ്റെ നാടെന്നുള്ളത്
എങ്ങനെ ഈ പേര് കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പല പരിചയസമ്പന്നരായ ദൈവദാസന്മാർ പ്രസംഗിച്ചപ്പോൾ അവരത് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ജനത്തെ കൈക്കൊണ്ട ഒരു ജനതയാണ് കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത. അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ 4-ാം സ്ഥാനം നിൽക്കുന്നു ഇന്ത്യ. അമേരിക്കക്കാളും യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും സ്വസ്ഥമായും സന്തോഷമായും ഭാര്യ-ഭർത്തൃബന്ധം, അപ്പനമ്മ ബന്ധം, സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന ഏക രാജ്യം നമ്മുടെ മഹാഭാരതമാണ്. ഇവിടെ രാഷ്ട്രീയത്തിൽ കുറെ ചീഞ്ഞളിഞ്ഞവർ കിടന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ശരി. എന്നാൽ ഒരല്പം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏക രാജ്യത്തിൽ ഏക സംസ്ഥാനം കേരളം മാത്രമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. അത് യഹൂദനെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ് ഈ ദൈവത്തിൻ്റെ നാടെന്നുള്ള പേര് കിട്ടിയെന്നാണ് ദൈവവൃത്തന്മാർ പ്രസംഗിക്കുന്നത്. ഞാനും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അല്ലാതെ കേരളത്തിൽ കിടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നാടെന്ന് വിളിക്കാൻ എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഇവിടെ കുറേ ദൈവമക്കളുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, കണ്ണീരൊഴുക്കുന്നവരുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ളത് കേരളത്തിലാണ്. അനുസരണം കേട്ട കുറേ ദൈവമക്കൾ ഉണ്ടെങ്കിൽ പോലും അനുസരണമുള്ളവരും അല്ലാത്തവരും എല്ലാം നിലവിളിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. അതിൻ്റെ അനുഗ്രഹവും നന്മയുമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വർഗീയ വിഷം ചീറ്റുന്നവരെല്ലാം ശക്തിയോടെ തലപൊക്കും. ഹമാസും ഹിസ്ബുള്ളയും പിന്നെ ഹൂതികളും അതുപോലെയുള്ള IS-ന്റെ ഭീകരവാദികൾ ഇവിടെ തലപൊക്കാതിരിക്കുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തുടർമാനമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ പട്ടണത്തിന് വേണ്ടി പത്രോസ് പറയുന്നു, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മോദിക്കും സഹമന്ത്രിമാർക്കും പിണറായിക്കും സഹമന്ത്രിമാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ത്യയുടെ മറ്റ് 27 സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ ദേശത്ത് സമാധാനവും സന്തോഷവും ഒരു അല്പകാലത്തേക്കെങ്കിലും ഉണ്ടാകുവാനിടയായിത്തീരും. സ്തോത്രം, സ്തോത്രം. വാത്സല്യ ദൈവമക്കളെ, സകലത്തിനും അധിപതിയാക്കി മാറ്റി, സകലവും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടിട്ടില്ല. എന്നാൽ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സ്തോത്രം. സാത്താന്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ ഇന്നും ഉണ്ട്. അത് ആദാമും ഹവ്വയും കൂടി ചെയ്തു വെച്ച ദുരന്തമാണ്. അവർ ദൈവകൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോഴാണ് സാത്താൻ ഈ ഭൂമിയുടെ മേൽ അധികാരം ഇടാൻ. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് യേശുവിനോട് സാത്താൻ പറയുന്നത്, ഇത് മുഴുവൻ എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാനിത് കൊടുക്കുന്നു, നീ എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഞാനിത് നിനക്ക് തരാം. ദൈവം അയച്ച ദൈവപുത്രൻ ഹൃദയത്തിൽ പ്രമാണമുള്ള യേശു കർത്താവ് എന്ത് പറഞ്ഞു? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. തിരുവഴുത്തിൽ അങ്ങനെ പറയുന്നു. പിശാചി എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചകറ്റാനിടയായി. ഞാൻ വിചാരിക്കും ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരോ എല്ലാം ആയിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി, ഈ അധികാരം എല്ലാം കൂടി മേടിച്ചെടുത്ത് ഇവിടെ കുട്ടിച്ചോറാക്കി തീർത്തേ. ഇത് കർത്താവിനോട് പറഞ്ഞത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കർത്താവ് എന്ത് ചെയ്തു? 3 പരീക്ഷകളെയും ദൈവവചനമെന്ന വാളെടുത്ത് ശത്രുവിനെതിരെ ശക്തമായി പ്രഹരിക്കാനിടയായി. അങ്ങനെയാണ് പിശാച് യേശു കർത്താവിനെ വിട്ടുപോകാനിടയായി തീർന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ ജോലി, ഭവനം, ജീവിത സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഈ ലോകത്തിൻ്റെ ഭരണസാരഥ്യം പിശാചിൻ്റെ കയ്യിലാണ്. ഈ ലോകത്തിൻ്റെ ഭരണസാരഥ്യം പിശാചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അധികാരങ്ങളൊക്കെ പിശാചിൻ്റെ കയ്യിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് ഈ ലോകത്തെ, ആദാമ്യ പാപനിമിത്തം ശാപമേറ്റ ഈ ലോകത്തെ ചുട്ടൊരിച്ചിട്ട് ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, 2 പത്രോസ് 3:13 വായിക്കൊന്ന് വായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 2 പത്രോസ് 3:13. എന്നാൽ നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കും.
അപ്പൊ നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാ? ഈ ഭൂമിയെ ഒന്ന് റെഡിയാക്കി തരാനല്ല, ഈ ഭൂമിയെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് തരാനല്ല, ഈ ഭൂമിയെ സാത്താന്റെ പ്രവൃത്തികളെല്ലാം നിർമ്മാണം ചെയ്തിട്ട് ഈ ഭൂമി നമുക്ക് തരാനല്ല. അല്ല, ആദാം ശാപമേറ്റതോടുകൂടി, ആദാം ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടതോടുകൂടി ഈ ഭൂമി എന്ത് ചെയ്തു? ശാപഗ്രസ്തമായി. ഈ ഭൂമിയുടെ ശാപഗ്രസ്ത അവസ്ഥ മാറ്റുന്ന ഒരു കാലമുണ്ടെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടി വായിച്ച് ഞാൻ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. 8-ാം അധ്യായം എടുത്താട്ട്, റോമാലേഖനം 8-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചന വെളിപ്പാടുകൾ സ്തോത്രം നമ്മൾ ഇന്ന് തൽക്കാലം ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 18 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഈ വെളിപ്പാടുള്ള തേജസ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് വരുമ്പോൾ തേജസ്സിന്റെ ശരീരം കിട്ടുന്നതിനെ കുറിച്ചാണ് ഈ റോമർ 8:18 പൗലോസ് പറയുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പൊ ദൈവം നമുക്ക് തരുന്ന തേജസ്സിന്റെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ നമുക്ക് എന്തില്ലാതായി മാറും? സാരമില്ലാതായി മാറും. വെളിപ്പാടുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനൊഴികെ മറ്റെല്ലാ സൃഷ്ടികളും, ജീവജാലങ്ങളും, ഈ മരം, പുല്ല് എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നായി വേദനം പറയുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാരെന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്കൊരു രൂപാന്തരം, നമുക്കൊരു വ്യത്യാസം കർത്താവിൻ്റെ വരവിൽ സംഭവിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികൾക്കും അവർക്കും ഒരു വ്യത്യാസം വരുമെന്നാണ് ഈ വചനം പറയുന്നത്. സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലും തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയുടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായില്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. ഈറ്റുമെന്ന് പറഞ്ഞാൽ മനുഷ്യനൊഴികെ എല്ലാ സൃഷ്ടിജാലങ്ങളും ഈറ്റുനോവോട് അവർക്കൊരു രൂപാന്തരം ഉണ്ടാകും, അവർക്കൊരു വ്യത്യാസം ഉണ്ടാകും. അതിനുവേണ്ടി ഈറ്റുനോവോടെ നൊന്ത് അവരായിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈറ്റുനോടിരിക്കുന്നവൻ അറിയുന്നു. അടുത്ത് പറയുന്നത് പുതിയ നിയമസഭയെക്കുറിച്ചാണ്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും വായിച്ചേ, നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഇറങ്ങുന്നു. ശ്രദ്ധിച്ചറിയോ മക്കളെ, റോമാലേഖത്തിലെ ഗോൾഡൻ വേർഡാണത്. സ്തോത്രം. ആത്മാവെന്ന ആദ്യദാനം. യേശു കർത്താവ് വന്ന് നമ്മെ വീണ്ടെടുത്തു, രക്ഷിച്ചു, അല്ലേ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശം പ്രാപിച്ചു. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏത് വീണ്ടെടുപ്പാണ് കിട്ടിയത്? ആത്മാവിന്റെ വീണ്ടെടുപ്പ്. ശരീരം ഇപ്പോഴും പാപം വരാം, തെറ്റുകുറ്റങ്ങൾ വരാം, ബലഹീനതകൾ വരാം. അതാത് സമയങ്ങളിൽ എന്ത് ചെയ്യണം? വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ പാപം ചെയ്തുകൊണ്ടിരുന്ന ആ പാപത്തിൽ കൂടി സാത്താൻ നമ്മളെ കൊണ്ടൊന്ന് ബന്ധിച്ച് ലോക്ക് ചെയ്ത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളയും. അതുകൊണ്ട് വരുന്ന തെറ്റുകൾ സൂര്യൻ അസ്തമിക്കത്തോളം തന്നെ നമ്മുടെ പാപം നമ്മൾ ഏറ്റുപറയാതിരിക്കരുത്. അത് അതാത് സമയങ്ങളിൽ ഏറ്റുപറഞ്ഞോളാം. കർത്താവ്, എൻ്റെ നോട്ടത്തിൽ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ ചിന്തയിൽ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ വാക്കുകളിൽ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ ഇടപാടുകളിൽ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ അവസ്ഥകളിൽ ഞാൻ തെറ്റുപറ്റി. എന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കണം. അവിടുത്തെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും എന്നെ ശുദ്ധീകരിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അതായത് നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ അത് കർത്താവ് നമ്മോട് ക്ഷമിക്കും. നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവൻ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ ഇവിടെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന്റെ കാത്തുകൊണ്ട് ഉള്ളിൽ ഇറങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണാത്തതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്?
നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലും അതിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാണ് എനിക്കൊരു രൂപാന്തര ശരീരം കിട്ടുന്നത്? എന്നാണ് ആത്മാവെന്നത് ആദ്യനാളം ലഭിച്ചിരിക്കുന്ന എനിക്ക് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കിട്ടുന്നത്? കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നത് എന്ന പ്രത്യാശയോടെ കാത്തിരുന്നു കൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഇന്ന് പൽക്കാലം കേട്ട വചനങ്ങൾ നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 8 തൊട്ടുള്ള വാക്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ വാട്സപ്പുകളിൽ അതിൻ്റെ സന്ദേശം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇന്ന് പൽക്കാലം കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. താവേ സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച സജി പ്രാർത്ഥിച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വെളിപ്പെടുത്തി തന്ന വചനങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ വെളിപ്പാടുകൾ മറനീക്കി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം, 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 സ്തോത്രം.